നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. ചികിത്സാ പിഴവ് മൂലം പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച നടത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി ഡോക്ടർമാരായ മുസ്തഫ, സർഫറാസ് എന്നിവർക്കെതിരെ. ശബരിമല വിഷയത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടി. സംഭവം CBI അന്വേഷിക്കണമെന്നും PK കൃഷ്ണദാസ്. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് STU. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് യൂണിയൻ നിവേദനം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് നേതാക്കൾ. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂർ സർവീസ് MLA രാഹുൽ മാങ്കൂട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തതിനെതിരെ DYFI. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ഉപരോധിച്ചു. പൊതുപരിപാടി നോട്ടീസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ MLAക്ക് വെല്ലുവിളി. 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. ആരോഗ്യവകുപ്പിന്റെ നടപടി ആശ്വാസകരമാണെന്ന് കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ 24-നാണ് കൈക്ക് പരിക്കേറ്റ് പാലക്കാട് പല്ലശ്ശന ഒഴുപാറ സ്വദേശിനിയായ 9 വയസ്സുകാരി വിനോദിനിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ കൈക്ക് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് പ്ലാസ്റ്ററിട്ട കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. 30-ന് കുട്ടി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ വെച്ച് രക്തയോട്ടം നിലച്ച കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റി. കുട്ടിയുടെ ചികിത്സയിൽ വീഴ്ച വരുത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ നടപടിയിൽ ആശ്വാസമുണ്ടെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നുവെന്ന് പാലക്കാട് DMO അറിയിച്ചു. ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ പറയാനില്ലെന്നും DMO TV റോഷ് പ്രതികരിച്ചു. കുട്ടിക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും K. ബാബു MLA കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം ജില്ലാ ആശുപത്രി സൂപ്രണ്ട്, KGMOA ഭാരവാഹികൾ എന്നിവർ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് അനുകൂലമായാണ് നേരത്തെ രംഗത്തു വന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല വിഷയത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നും ശബരിമല വിഷയം CBI അന്വേഷിക്കണമെന്നും PK കൃഷ്ണദാസ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ സ്പോൺസേഡ് പരിപാടിയായ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ശബരിമലയിൽ നിന്ന് പല സാധനങ്ങളും രേഖകളും കടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. ശബരിമല വിഷയം CBI അന്വേഷിക്കണം. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നും PK കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭക്തജനങ്ങളെയും വിശ്വാസികളെയും ഞെട്ടിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ശബരിമലയിൽ നടന്നത് തനി മോഷണമാണ് എന്ന് ഇപ്പോൾ പൂർണ്ണമായും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമലയിൽ നടന്നത് വൻ കവർച്ചയാണ് എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. നേരത്തെ വിജിലൻസ് ഏതാണ്ട് മൗനം പാലിച്ചിരുന്നു. ഇപ്പം വിജിലൻസ് പറയാതെ തന്നെ ശബരിമലയിൽ നടന്നത് മോഷണമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസും ഈ നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഭഗവാൻ അയ്യപ്പന്റെ മുതലും പിണറായി സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്, കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കേവലം സ്വർണ്ണമോഷണം മാത്രമല്ല ശബരിമലയിൽ നടന്നത്, സ്പോൺസർഷിപ്പിന്റെ പേരിൽ കുംഭകോണം തന്നെയാണ് നടന്നത്. ശബരിമലയിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കുംഭകോണമാണ് നടന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായി സത്യസന്ധമായ
അന്വേഷണം നടക്കണം. ഭഗവാൻ അയ്യപ്പൻ്റെ മുതലും പിണറായി സർക്കാരിൻ്റെ പിന്തുണയോടെ മോഷ്ടിക്കപ്പെട്ടു. ദേവസ്വത്തിൻ്റേത് ഉൾപ്പെടെ പൊതുമുതൽ കട്ടുമുടിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ലാതായി. ശബരിമലയിൽ നടന്നത് തനി മോഷണമാണ്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. സ്പോൺസർഷിപ്പിൻ്റെ മറവിൽ കോടികളുടെ കുംഭകോണമാണ് നടന്നിരിക്കുന്നത്. പോറ്റിയെ പോറ്റി വളർത്തിയ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രേഖകളിൽ ക്രമക്കേടും കൃത്രിമവുമുണ്ട്. ദേവസ്വം വകുപ്പിൻ്റെ പിന്തുണയോടെ ആസൂത്രിതമായ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. ഉരുപ്പടി സംബന്ധിച്ച രേഖകളില്ലാത്തത് എല്ലാ കാലത്തും മോഷണത്തിന് സൗകര്യമായി. വിഷയത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം. പലസ്തീൻ വിഷയത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. BJP ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ചികിത്സാപ്പിഴവ് കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ വീഴ്ചയുടെ തുടർച്ചയാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നും PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി രംഗത്തെത്തി. ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം STU നേതാക്കൾ ഷൊർണൂർ PWD നിരത്ത് വിഭാഗം അധികൃതർക്ക് കൈമാറി. അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് STU നേതാക്കൾ പറഞ്ഞു. ഷൊർണൂർ ടൗൺ റോഡ് ഉൾപ്പെടെ ടൗണിനെ ആശ്രയിക്കുന്ന മെയിൻ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തകർച്ച നേരിട്ട് ഗതാഗത യോഗ്യമല്ലാതായെന്നും വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ഷൊർണൂർ PWD നിരത്ത് വിഭാഗം അധികൃതർക്ക് നിവേദനം നൽകിയത്. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് P. അബ്ദുറഹ്മാൻ, STU മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി ജലീൽ, ഇബ്രാഹിം, അഷ്റഫ്, സലീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം കൈമാറിയത്. നിങ്ങൾക്ക് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും പരിസരങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ച് ഗതാഗത യോഗ്യം അല്ല റോഡുകൾ. ഏതാണ്ട് 2-2.5 വർഷത്തോളമായിട്ടും ഈ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ PWDയോ അറിഞ്ഞോ അറിയാതെയോ പൊതുസമൂഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് റോഡ് കുണ്ടും കുഴിയായി വളരെ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടും ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ പൊതു ഭരണകർത്താക്കളുടെയും അവരുടെ ഒന്നും എല്ലാവരും യാത്ര ചെയ്യുന്ന കേന്ദ്രീകരിക്കുന്ന ഷൊർണൂർ ആയിട്ട് പോലും നമുക്കിവിടെ ഒരു നീതി പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. റോഡുകളുടെ കുണ്ടും കുഴിയെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഗതാഗത യോഗ്യം ആക്കണം എന്നാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് വേണ്ടി STU അഭ്യർത്ഥിക്കാനുള്ള. കുളപ്പള്ളി ഷൊർണൂർ പാത 25 ലക്ഷം രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ 2 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പോലും അവിടെ നടന്നിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പക്ഷേ 25 ലക്ഷം ഉറുപ്പിയാണ് അതിൽ ബില്ല് പാസ്സാക്കി എടുത്തിരിക്കുന്നത് അവർ. അതേപോലെ ഈ സ്കൂളിലെ മുന്നത്തെ റോഡ് വണ്ടി മറിഞ്ഞ് അപകടം പറ്റാട്ട് മുന്നേ ഈ റോഡ് നേരാക്കേണ്ടതാണ്. അല്ല വണ്ടി മറിഞ്ഞ് കുറേ കുട്ടികൾ മരിച്ചിട്ടല്ല ഈ റോഡ് നേരാക്കേണ്ടത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്, ജനങ്ങൾക്കും നല്ലതാണ്, ഉദ്യോഗസ്ഥന്മാർക്കും നല്ലതാണ്. ഇത് നമ്മളെ സൂചന മാത്രമാണ്. നമ്മൾ കരുത്തട്ട പരിപാടിയായിട്ട് കർശനമായിട്ടുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ STU സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ബാംഗ്ലൂർ സർവീസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തതിനെതിരെ DYFI. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും DYFI ഉപരോധിച്ചു. പൊതുപരിപാടി നോട്ടീസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ MLAയെ DYFI നേതാക്കൾ വെല്ലുവിളിച്ചു. സാർ ഉദ്യോഗസ്ഥന്റെ പണി എടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യും. ഇനി ഉദ്യോഗസ്ഥന്റെ പണിയല്ല രാഷ്ട്രീയ പണിയാണ് എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ സാർ ഈ ചെയറിനകത്ത് ഒരു നിമിഷം പോലും ഇരിക്കും. ഇവിടെ DYFI പൊതുപ്രസ്ഥാനവും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു സീറ്റിനകത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇരുന്ന് രാഷ്ട്രീയ പണി എടുക്കാമെന്ന് മീശമാധവൻ സിനിമയിലെ പട്ടാളം പുരുഷുവിൻ്റെ വീട്ടിൽ ജഗതി ശ്രീകുമാറിൻ്റെ കഥാപാത്രം എത്തും പോലെയാണ് MLA KSRTC സ്റ്റാൻഡിലെത്തിയതെന്ന് DYFI നേതാക്കൾ പരിഹസിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, പ്രസിഡന്റ് R ജയദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് DTO ജോഷി ജോൺ, ഡിപ്പോ മാനേജർ M സുനിൽ എന്നിവരെ
ഉപരോധിച്ചത്. പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോൾ ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ടെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കാര്യം സ്ഥിരീകരിച്ചില്ലെന്നുമാണ് DTOയുടെ വിശദീകരണം. ബാംഗ്ലൂർ സർവീസ് ഡിപ്പോ എഞ്ചിനീയർ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമാണ് MLA ഫ്ലാഗ് ഓഫിനായി എത്തിച്ചേർന്നത്. ഉദ്യോഗസ്ഥരുടെ രഹസ്യ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ എത്തിയതെന്നാണ് DYFIയുടെ ആരോപണം. പൊതുപരിപാടികളിൽ നിന്ന് കുറച്ചുനാൾ വിട്ടുനിന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂർ സർവീസിൻ്റെ ഫ്ലാഗ് ഓഫിനാണ് പങ്കെടുത്തത്. രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയാൻ തന്നെയാണ് തീരുമാനമെന്ന് DYFI നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 15 വർഷം പഴക്കമുള്ള ടാക്സി വാഹനങ്ങൾക്കും 20 വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾക്കും ടെസ്റ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വാഹനങ്ങൾ പൊളിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന തീരുമാനം സാധാരണക്കാരായ വാഹന ഉടമകൾക്കും വർക്ക്ഷോപ്പ് മേഖലയ്ക്കും തിരിച്ചടിയാണെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോളം ഉണ്ടായിരുന്ന ടെസ്റ്റ് ഫീസ് 30,000-ഓളം രൂപയായാണ് വർദ്ധിപ്പിച്ചത്. 15 വർഷം പഴക്കമുള്ള വാഹനം തകരാറുകൾ പരിഹരിച്ച് പെയിൻ്റടിച്ച് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ വാഹന ഉടമ 70,000-ഓളം രൂപ ചെലവഴിക്കേണ്ട സ്ഥിതിയാണ്. എൻജിൻ തകരാറുകൾ പരിഹരിക്കാതെ പൊല്യൂഷൻ ഫീസ് വർദ്ധിപ്പിച്ചാൽ മലിനീകരണം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന വസ്തുത അധികൃതർ തിരിച്ചറിയുന്നില്ല. 70,000 രൂപ ചെലവഴിച്ച് ടെസ്റ്റ് പാസ്സാവുന്നതിന് പകരം ബാങ്ക് ലോൺ എടുത്ത് പുതിയ വാഹനം വാങ്ങിക്കുന്നതിലൂടെ സാധാരണക്കാർ ഭീമമായ കടക്കെണിയിലാവുന്നതോടൊപ്പം വർക്ക്ഷോപ്പ് മേഖലയും തകർച്ചയിലാകും. ഒരു വാഹനം പൊളിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന 5,000 രൂപ പ്രതീക്ഷിച്ചാണ് സർക്കാർ പൊളിക്കൽ നയത്തിന് പ്രോത്സാഹനം നൽകുന്നത്. 5.5 ലക്ഷത്തോളം പേർ തൊഴിലെടുക്കുന്ന വർക്ക്ഷോപ്പ് മേഖലയുടെ സംരക്ഷണത്തെക്കുറിച്ചോ ആനുകൂല്യങ്ങളെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നും നാസർ കള്ളിക്കാട് പറഞ്ഞു. സംവിധാനം ഒരുക്കണ്ടേ? ആരെ ചെയ്യാം? ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്നോ കേരളത്തിൽ വർക്ക്ഷോപ്പുകൾ കൂട്ടിപ്പോയിട്ടുണ്ടോ? ഇനി വെറുതെ പറഞ്ഞല്ല കേട്ടോ, നമ്മൾ മറ്റുള്ള സംഘടന വിൽപ്പം പറയാൻ വേണ്ടി വന്നൊന്നുമല്ല. ഞങ്ങളുടെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് തൊഴിൽ മേഖല അന്യമായതുപോലെ തന്നെ ഈ തൊഴിലും എന്തോ അന്യമാകുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സംഘടന തന്നെ അംഗങ്ങളെ പ്രാപ്തരാക്കിയിട്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5,000-ലധികം ആളുകൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ട്രെയിനിങ് കൊടുത്ത് അപ്ഡേഷൻ നടത്തുകയായിരുന്നു. എന്തിനാ? പുതിയ പഠിക്കണ്ടേ? ആർക്കതിന്റെ ഗുണം? വർക്ക്ഷോപ്പുകാർക്ക് മാത്രമല്ല, നമ്മുടെ സാധാരണക്കാർക്കും ഈ തൊഴിൽ മേഖല നിന്നാലേ ഗുണമുള്ളൂ. എല്ലാം സർവീസ് പോയിന്റ് വേണ്ടോ? ഇനി ഇതിനൊക്കെ പുറമെയാണ് ഒരു 7 വർഷം വാറന്റി കൊടുക്കും. ആര്? കമ്പനികൾ 7 വർഷം വാറന്റി കൊടുക്കും. ഇനി 7 വർഷം വരെ അവിടെ കൊണ്ടുപോകണം. ഇന്ന സ്ഥലത്ത് മാത്രമായിരിക്കും. ഇനി സ്വന്തമായി കൊണ്ടുപോകണമെന്നുണ്ടാവുന്ന നേട്ടം എന്താ? അതും കമ്പനികൾക്കാണ്. ഇനി വാറന്റിന്റെ പേര് മാത്രമേ എല്ലാത്തിനും വാറന്റി ആണോ? അല്ല, അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ഇനി ആ വാഹനം ഞങ്ങൾ പണിയെടുത്താൽ അവിടെ പറയും ഇൻഷുറൻസ് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. ഈ വാഹനം ആര് പണിയെടുത്താൽ, സാധാരണക്കാർ പണിയെടുത്താൽ എന്ന ഒരു അവസ്ഥയ്ക്കാണ് എത്തുന്നത്. ഈ നിയമം ഉണ്ടാവുന്നത് പൂർണ്ണമായും ഒരു തൊഴിൽ വിഭാഗത്തെ അല്ലെങ്കിൽ പുതിയതായി തലമുറ കടന്നു വരുന്ന വിഭാഗത്തെ ഇല്ലാതാവുന്ന സംശയമില്ല. ഇതാണ് ജില്ലാ പ്രസിഡന്റ് P. രാജൻ, സെക്രട്ടറി CC ജയൻ, PS സുജിത്ത്, J. കാർത്തിക് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ തുടരുന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ മേഖലയിലെ ക്യാമ്പ് കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നടന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിലുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 3-ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. ഇതിനു പിന്നാലെ വിവിധയിടങ്ങളിൽ ക്യാമ്പുകൾ പുരോഗമിക്കുകയാണ്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരായ ചെന്താമരാക്ഷൻ, സരിത, സുജ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷൊർണൂർ മേഖലയിലെ കുടിശ്ശിക നിവാരണ ക്യാമ്പ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ചത്. 100 കണക്കിന് തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കൗൺസിലർ TK ബഷീർ, യൂണിയൻ നേതാക്കളായ ഉണ്ണികൃഷ്ണൻ, അച്യുതൻ, രാജേഷ്, ശിവൻ എന്നിവരും സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ നഗര ഉപജീവന ദൗത്യത്തിന് കീഴിൽ ലോക് കല്യാൺ മേള സംഘടിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് PM സ്വാമിതി ലോക് കല്യാൺ മേള എന്ന ചടങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ നഗരസഭയ്ക്ക് ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ
ഗോൾഡൻ പുരസ്കാരമാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ നാടും നഗരവും അത്രയും വൃത്തിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നത്. അപ്പം അതിൽ നിങ്ങളുടെയും വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഏരിയ മൊത്തം ക്ലീൻ ആക്കി നന്നായി നോക്കുന്നത് കൊണ്ട് നിങ്ങളൊരു പങ്കുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പൊ തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണമാണ് സെക്രട്ടറി പറഞ്ഞ പോലെ. ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ VC സിന്ധു, ക്ലീൻ സിറ്റി മാനേജർ ശിവൻ എന്നിവർ പ്രസംഗിച്ചു. ലോക കല്യാൺ മേളയുടെ ഭാഗമായി നഗരത്തിലെ തെരുവ് കച്ചവടക്കാർക്ക് FSSAI-യുമായി ചേർന്ന് ശുചിത്വവും ഭക്ഷ്യസുരക്ഷയും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. FSSAI ട്രെയിനർ ദിവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സംബന്ധിച്ച് CM ജീഷ്മ എന്നിവർ ക്ലാസ് എടുത്തു. ഒന്നാം ഘട്ട രണ്ടാം ഘട്ട ലോൺ മൊബിലൈസേഷൻ സംഘടിപ്പിച്ചു. കമ്മ്യൂണിറ്റി ഓർഗനൈസർ ബിജിത നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ വാർഡ് 14 ADSന്റെ നേതൃത്വത്തിൽ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി സ്നേഹസംഗമം നടത്തി. ആര്യഞ്ചിറ UP സ്കൂളിൽ നടന്ന സംഗമം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ വാർഡ് 14 ADSന്റെ നേതൃത്വത്തിൽ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആര്യഞ്ചിറ UP സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ADS ചെയർപേഴ്സൺ ചാന്ദിനി അധ്യക്ഷയായിരുന്നു. കൗൺസിലർ KM ലക്ഷ്മണൻ, ചന്ദ്രിക, ദിവ്യ, വിജിത, ആരിഫ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെയും ADS ഭാരവാഹികളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഉണരൂമീ ഗ്രാമത്തിൽ കിഴക്കേണി മുറ്റത്ത് ഇന്നത്ര ചിത്രങ്ങൾ നീ വരച്ചു, നിറവർണ്ണ ചിത്രങ്ങൾ നീ വരച്ചു. നീലക്കരിമ്പന കാടുകൾ കരിയില ഇളനീർ പൊന്നിട്ട പുഴ വരച്ചു. പുഴുമാ പുഴയുടെ സരളമാം താളത്തിൽ മലയാള നാടിൻ്റെ മൊഴി നിറച്ചു. എഴുതിയ ആനക്കണ്ണിൽ നിന്നുള്ള കവിതയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുൻപ് മുതൽക്ക് കമ്പമനിക്കുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുൻപ് മുതൽക്ക് കമ്പമനിക്കുണ്ടേ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം തുടങ്ങി. ചുനങ്ങാട് സ്കൂളിലാണ് ശാസ്ത്രോത്സവത്തിന് തിരിതെളിഞ്ഞത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ചുനങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളിലും MSVM UP സ്കൂളിലുമായാണ് ഈ വർഷത്തെ ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 6, 7, 8 തീയതികളിലാണ് ശാസ്ത്രോത്സവം. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 85ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 4000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നുണ്ട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. 4000-ഓളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ മാറ്റുരയ്ക്കൽ ചടങ്ങുകൾ, പ്രവർത്തികൾ ഓരോ ഭാഗങ്ങളിലായി
നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണി മുതൽ തന്നെ കൃത്യമായി ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങി വെച്ചാൽ മാത്രമാണ് ഈ 3 ദിവസം കൊണ്ട് ഈ പരിപാടികൾ പൂർത്തീകരിക്കുകയുള്ളൂ. അതിനിടയിൽ നമുക്കിതൊരു ചടങ്ങ് എന്ന നിലയ്ക്ക് നടത്തിയേ പറ്റൂ. അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ബിന്ദു, വാർഡ് മെമ്പർ KT ഷമീർ, DO സിജു തോമസ്, AEO P അബ്ദുൽ ഖാദർ, BPC PM വെങ്കിടേശ്വരൻ, AVM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സജു T വർഗീസ്, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ശാസ്ത്രമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ശാസ്ത്രമേളയ്ക്ക് ഉത്സവാന്തരീക്ഷത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലും സംയുക്തമായാണ് നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 3000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ശാസ്ത്രോത്സവത്തിനായി വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തും. മറ്റു അധ്യാപകരും ജഡ്ജ്മെന്റ് അംഗങ്ങളും ഭാരവാഹികളുമടക്കം 5000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്നും ഇവർക്കുള്ള ഭക്ഷണമടക്കം സമീപത്തുള്ള നീരാഞ്ജലി കല്യാണ മണ്ഡപത്തിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ, ജനറൽ കൺവീനർ M പ്രീതി, ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ, സ്കൂൾ പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, LP സ്കൂൾ PTA പ്രസിഡന്റ് TK അലി, SMC ചെയർമാൻ സക്കീർ, അക്കാദമിക് കൗൺസിൽ അംഗം അബ്ദുൽ ഗഫൂർ എന്നിവർ പറഞ്ഞു. സ്കൂൾ ശാസ്ത്രോത്സവം 2025 മുന്നോടിയായുള്ള വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം പരിപാടി വരുന്ന 8, 9, 10 തീയതികളിലായി 2 സ്കൂളുകളിലായി സംഘടിപ്പിക്കുകയാണ്. GHSS ചെറുതുരുത്തി, GLPS ചെറുതുരുത്തി. ഈ 2 സ്കൂളിലും വടക്കാഞ്ചേരി ഉപജില്ലയിലെ 98ഓളം വരുന്ന സ്കൂളുകളിലെ ഏകദേശം 3400ഓളം കുട്ടികൾ മത്സരാർത്ഥികൾ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെയർമാനാക്കിക്കൊണ്ട് വിപുലമായ രീതിയിൽ സ്വാഗത സംഘം കൂടുകയും വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ സപ്പോർട്ട് ആയിട്ട് 2 സ്കൂളിലെയും PTA പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, അതുപോലെ സംഘടനാ നേതാക്കൾ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ ജനറൽ കൺവീനറായിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽ മേഡം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം നഗരസഭയിൽ ഹരിതകർമ്മ ശുചീകരണ തൊഴിലാളികളുടെ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മളത് കാണുമ്പോൾ അതിലേക്ക് വലിച്ചെറിയുന്ന ശീലം നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. മുഴുവൻ ആളുകളായി നമ്മൾ 100% പ്രഖ്യാപിച്ചാൽ നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ളവരല്ല, പുറത്തുനിന്ന് വരുന്നവർ ചിലവരൊക്കെ വലിച്ചെറിയുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ശീലം കൂടി മാറണം. നമ്മൾ നിറയെ ബോട്ടിൽ കൂട്ടിൽ വയ്ക്കണം. കുറച്ചുകൂടി നമുക്ക് വെക്കാനുണ്ട്. നമ്മൾ പദ്ധതി പാസ്സായാൽ നമ്മൾ അതുകൂടി വയ്ക്കും. അങ്ങനെ നമുക്ക് നിറയെ എപ്പോഴും നമ്മുടെ കയ്യിൽ കുട്ടിയോ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൈപ്പിടിച്ച് നമുക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ എവിടെയാണ് അടുത്തത് അവിടെയുണ്ട്. അപ്പോൾ ഏറ്റവും ദൂരം അങ്ങനെ അല്ലാണ്ട് അടുത്തടുത്തായിട്ട് നമുക്ക് കുറേ കുട്ടികൾ വെച്ചാൽ മാത്രമാണ് അതിന് പരിഹാരം കാണുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ പദ്ധതിക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ പരമാവധി നമ്മൾ ബോട്ടിൽ കുത്തുകൾ വെച്ചിട്ടും ബിന്ന് വെച്ചിട്ട് നമ്മൾ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും തീരുമാനിച്ചു, ഞങ്ങളെല്ലാവരും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും. അങ്ങനെ സ്ത്രീകൾ വീടുകളിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. സ്കൂൾ കുട്ടികൾ മുഖാന്തരം നമ്മൾ പ്രവർത്തനം നടത്തി. എല്ലാ ഓഫീസുകളിലും നമ്മൾ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ അധ്യക്ഷയായിരുന്നു. C അലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, മാലിന്യ സംസ്കരണത്തിലെ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളുടെ ഉപയോഗം എന്ന വിഷയം ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ A ഷെരീഫ് അവതരിപ്പിച്ചു. തൊഴിലാളികളെ ആദരിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ T ലത, K അബ്ദുൾ നാസർ,
നഗരസഭാ സെക്രട്ടറി AS പ്രദീപ്, മുനിസിപ്പൽ എഞ്ചിനീയർ മാലിനി, ക്ലീൻ സിറ്റി മാനേജർ വിസ്മൽ, PA ദീപ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഓങ്ങല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമീപവാസികൾക്കുമായാണ് ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ UT മാലതി നിർവഹിച്ചു. പരിശോധനയും മരുന്ന് വിതരണവും നടന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം മുള്ളൂർക്കര മണ്ഡലം പദസഞ്ചലനവും പൊതുപരിപാടിയും നടന്നു. ആറ്റൂർ കമ്പനിപ്പടിയിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പദസഞ്ചലനം മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര മൈതാനിയിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പ്രമുഖ തന്ത്രി മുഖ്യൻ ബാലകൃഷ്ണ പൈ എത്തി. മണ്ഡൽ കാര്യവാഹ് VB പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി ഖണ്ഡ് കാര്യവാഹ് VS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാഷ്ട്രത്തിലേക്ക് അവർ വരികയുണ്ടായി. വിവിധ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ പേരിൽ നമ്മളെ കുറ്റം പറയുകയായിരുന്നു വിദേശ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ. പക്ഷേ നേരെ തിരിച്ച് കാലം മാറിയ ഈ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും സന്ദേശത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അവർ നമ്മുടെ രാഷ്ട്രത്തെ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ കുറച്ച് ആളുകൾ നമ്മുടെ ഗുരുജനങ്ങളെ കണ്ടുകൊണ്ട്, ഗുരുജനങ്ങളെ ഭക്തിപൂർവ്വം അണയിക്കൊണ്ട് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള സന്യാസ ദീക്ഷ സ്വീകരിച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഭാരതദേശത്തിലെ വേറൊരു കോണില് ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മറ്റൊരു ഉത്സവം ഉണ്ടായി. ചരമം. കോട്ടായി വറോട്ടിൽ പുര വീട്ടിൽ ബാലൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഭാര്യ കമലം, മക്കൾ അഭിലാഷ്, അനീഷ്, മരുമക്കൾ ദിവ്യ, സുകന്യ. പ്രധാന വാർത്തകൾ വീണ്ടും. ചികിത്സാ പിഴവ് മൂലം പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച നടത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി ഡോക്ടർമാരായ മുസ്തഫ, സർഫറാസ് എന്നിവർക്കെതിരെ. ശബരിമല വിഷയത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടി. സംഭവം CBI അന്വേഷിക്കണമെന്നും PK കൃഷ്ണദാസ്. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് STU. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് യൂണിയൻ നിവേദനം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് നേതാക്കൾ. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂർ സർവീസ് MLA രാഹുൽ മാങ്കൂട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തതിനെതിരെ DYFI. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ഉപരോധിച്ചു. പൊതുപരിപാടി നോട്ടീസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ MLAക്ക് വെല്ലുവിളി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.